അതിന് 7 കമ്പാർട്ട്മെൻറ്റാണ്. പിന്നെയാണ് വർദ്ധിച്ച് ഇപ്പം 14 22 വന്നു. ഇപ്പൊ പിന്നെ വേറെ വണ്ടികളൊക്കെ വന്ന് അങ്ങനെ വ്യത്യാസം വന്നു. അങ്ങനെ റെയിൽവേ മാറ്റങ്ങൾ. പക്ഷെ അത് പഴയ ട്രെയിനാണ് മദ്രാസ് മെയിൽ. പിന്നെ അതെ മദ്രാസ് ട്രെയിൻ. പിന്നെ വേറെ ഒന്ന് ഈ തേർഡ് ക്ലാസ് ഉണ്ടായിരുന്നു അന്ന്. തേർഡ് ക്ലാസ് അതിൽ ഫാൻ ഉണ്ടായിരുന്നില്ല. തേർഡ് അതിപ്പോ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല അവിടെ റെയിൽവേയിൽ. ഈ കണ്ണൂര് തന്നെ മറ്റേ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് അവിടെ ഇരിക്കുക രാത്രി. റെയിൽവേ സ്റ്റേഷനാ? മണ്ണെണ്ണ വിളക്ക് റെയിൽവേ സ്റ്റേഷനില് മണ്ണെണ്ണ വിളക്ക് കെറോസിൻ. ഈ ഒലോക്കോട് സ്റ്റേഷനിൽ തന്നെയാണ്. ഇലക്ട്രിസിറ്റി ഇല്ല. ഞാൻ ചേർന്ന കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ല. ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഫാനില്ല. തേർഡ് ക്ലാസ്സിൽ. ഇന്റർ ക്ലാസ്സിലുണ്ട്. തേർഡ് ക്ലാസ് കഴിഞ്ഞാൽ ഇന്റർ ക്ലാസ് ഒന്നുണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസ് അല്ല, ഇന്റർ ക്ലാസ്. പിന്നെ ഫസ്റ്റ് ക്ലാസ്. തേർഡ് ക്ലാസ് നമ്മൾ കുറേ കാലം അങ്ങനെ അതിന് പോയിരുന്നത്. തേർഡ് ക്ലാസ്, പിന്നെ ഇന്റർ ക്ലാസ്, പിന്നെ സെക്കൻഡ് ക്ലാസ്, പിന്നെ ഫസ്റ്റ് ക്ലാസ്. 4 ക്ലാസ് ആയിരുന്നു. അതും അറിയില്ല ആളുകൾ. ഇപ്പോഴത്തെ അപ്പുറത്തെ എല്ലാം മാറ്റങ്ങൾ സമൂലമായ മാറ്റങ്ങളാണ്. അപ്പൊ തേർഡ് ക്ലാസ്സിൽ ഇതില്ല, ഫാനില്ല. ഇപ്പൊ ഒരു ഫാൻ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആളുകൾ കംപ്ലൈന്റ് ചെയ്യില്ലേ? അല്ല, അന്നേരം ചെന്നൈക്കത്തെ ചാർജ് എത്ര? 1 രൂപ ഉണ്ടാവും. റെയിൽവേ ടിക്കറ്റ് ചാർജ് 1 രൂപ 2 രൂപ ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ പറയാൻ പോയാൽ ഇപ്പൊ എല്ലാ മാറ്റങ്ങളും പറഞ്ഞിട്ട് പെൻഷന്റെ മാത്രമൊന്നുമല്ല, വണ്ടിയുടെ സ്ഥിതി. നിങ്ങൾ പറഞ്ഞ മാതിരി കരിയഞ്ചിന്റെ ഇത് ഓർമ്മ വന്നപ്പോ കരിയഞ്ചിന്റെ അവിടെ എടുത്ത് പറയണം. പിന്നെ മരത്തിന്റെ പട്ടി മരത്തിന്റെ. ഞാൻ ഒരു ദിവസം പിന്നെ കണ്ണൂരുള്ളപ്പോ, പിന്നെ അന്ന് ഞാൻ എല്ലാവരും അറിയാലോ, ഞാൻ കണ്ണൂരിൽ ജോലി ചെയ്യുമ്പോൾ ഡ്രൈവർമാരൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ, എൻജിൻ ഡ്രൈവേഴ്സ് എല്ലാവരെയും അറിയാലോ. ഞാൻ എല്ലാ റെയിൽവേയിൽ മുഴുവൻ ആളെയും അറിയാലോ, എല്ലാ കാറ്റഗറിയും. അപ്പം ഞാനിങ്ങനെ നാട്ടിലെടുക്ക് പോകുമ്പോൾ പിന്നെ പാസഞ്ചർ വണ്ടിയൊന്നും ഇല്ലാതെ ഞാൻ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ നാട്ടിൽ പോകണം, ചെറുന്ന് പോകണം, അല്ലെങ്കിൽ താവത്ത് പോകണം. അല്ല എഞ്ചിൻ ഗൂഡ്സ് ട്രെയിനൊക്കെ പോകുന്നുണ്ടാവും. അവർ പറഞ്ഞ എഞ്ചിനിൽ കയറിയിട്ട് നിങ്ങളൊന്ന് അവിടെ സ്റ്റഡി ചെയ്യണം. ഇവർക്ക് ഒരു പക്ഷേ അറിയുന്നറിയില്ല. താവത്ത് ഗേറ്റിലെടുക്കുമ്പോൾ അവിടെ കളയവരെടുത്ത് നടത്തും. ഞാൻ എഞ്ചിനിൽ കയറി നിൽക്കും. ഒന്ന് ഞാൻ ഇറങ്ങിക്കോളാം, സ്ലോ ചെയ്താൽ മതി പറയും. അവർ നിർത്തി തരും. രാത്രി 12 മണിക്ക് അവിടെ താവത്തിറങ്ങും ഗുഡ്സ് ട്രെയിനിൽ. ആര് പറയും എന്നിട്ട് അവിടെ പോകും, വീട്ടിൽ പോകും. അവർക്കെല്ലാം അത്ഭുതം, അവർക്ക് ശീലമായിപ്പോയി. അപ്പൊ അങ്ങനെ പോയിട്ട് എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഷർട്ട് മുഴുവൻ പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഈ കൽക്കരിയില്ലേ, അവര് കൽക്കരി കോരിയിടും. അപ്പൊ അത് കുറച്ച് മഴ പെയ്തു, എഞ്ചിനിൽ കുറച്ച് വെള്ളം പരിപാടിക്ക്. എഞ്ചിനിൽ ഗ്യാപ്പുണ്ട്, വെള്ളം കരി കോരി ഇടുന്നത് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഷർട്ടിന് മുഴുവൻ കരിയായിട്ട് ഈ ഫയർമാന്റെ മാതിരി ഞാനും വീട്ടിൽ പോയി കരിയായിട്ട്. അത് ഇവരൊക്കെ ദേഹത്തിലൊക്കെ കരിയിട്ട് അങ്ങനത്തെ ഡ്രസ്സ് അവരിടുക. ഡ്രൈവറും ഫയർമാനൊക്കെ ഈ കരി കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ കരിപുരണ്ട സിനിമ ഉണ്ട്, കരിപുരണ്ട ജീവിതങ്ങളും. ഷൊർണൂർ ഷൂട്ട് ചെയ്തത് സിനിമ. എനിക്കറിയാം, അതിൽ ആക്ട് ചെയ്തവർ തന്നെ നമ്മുടെ